നമസ്കാരം. A1 ന്യൂസിലേക്ക് സ്വാഗതം. പുളിങ്ങോം FHSC, സീനിയർ സിറ്റിസൺ ഫോറം ചെറുപുഴ, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെറുപുഴ എന്നീ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1 വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് ചെറുപുഴ റെയിനേഴ്സ് ആർട്സ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 1 വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് ചെറുപുഴ റൈനേഴ്സ് ആർട്സ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. തുടങ്ങുന്നത് പകൽ വീട് പൂർത്തിയായിട്ടില്ല, പകൽ വീടിന്റെ സ്ട്രക്ചറേ പൂർത്തിയായിട്ടില്ല, അവിടെ വെച്ചാണ് നടക്കുന്നത്. വയോജന ദിനത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ പോയി. അവിടെ ഉദ്ഘാടന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 3 പ്രാവശ്യം ഇവർ വിളിച്ചത്. ഞാൻ അപ്പം തന്നെ എന്നെ വിളിക്കുന്നു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോരുവാണ് ചെയ്തത്. ഇപ്പം ജയനോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 5 മിനിറ്റ് വൈകിയാണെങ്കിലും ഞാൻ എത്തിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സമയമില്ല. ഇതൊന്നും ബോധപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, അങ്ങനെ വന്നു ചേരുന്നതാണ്. വയോജന ദിന ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. എനിക്കുൾപ്പെടെയാണ്, എന്നെ മാറ്റി ചിന്തിച്ചു എന്ന് വിചാരിക്കേണ്ട. രണ്ടാമത്തൊരു കാര്യം, ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിമനോഹരമായ ഒരു സെഷൻ ഷെറിഫിൻ്റെ ആയിട്ടുണ്ടാവും, ഉറപ്പാണ്. അവർ ആശംസ പറയുന്നത് എന്തായിരിക്കും എന്ന് കേൾക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അതിനായിട്ട് നിൽക്കുന്നില്ലല്ലോ. മാനസിക പ്രസായം മാറിയതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, നമ്മളെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ലയോ എന്നുള്ള സംശയം ഉണ്ടാവുക, ഇതൊക്കെയും ഈ ഏജിങ് പ്രോസസ്സിൽ നമുക്കുണ്ടാവുന്ന ഏറെ പ്രത്യേകത. KSSPU ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി PK ചന്ദ്രശേഖരൻ സ്വാഗതവും പ്രസിഡന്റ് KM തോമസ് അധ്യക്ഷതയും വഹിച്ചു. KS ജോസഫ് മാസ്റ്റർ കല്ലമ്പള്ളി, തങ്കപ്പൻ മാസ്റ്റർ, B രമണി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഇങ്ങനൊരു അന്താരാഷ്ട്ര വയോജന ദിനം കൊണ്ടാടാൻ തീരുമാനിച്ചത്. അതിനുശേഷം നമ്മൾ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ചും ഈ ദിനം ആചരിക്കുകയും ഇതിൻ്റെ പ്രത്യേകതകൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ഇന്ന് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന വയോജനങ്ങൾ അവരുടെ സമൂഹത്തിലുള്ള സ്ഥാനവും അവർ പിന്നിട്ട കാര്യങ്ങളും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഒരു പ്രബല വിഭാഗമാണെന്നും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടവരല്ലെന്നും ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് പുളിങ്ങോം FHSC ഹെൽത്ത് ഇൻസ്പെക്ടർ V മുഹമ്മദ് ഷെരീഫും നയിച്ചു. സാധാരണ ഒരു സദസ്സിലല്ല ക്ലാസ് എടുക്കാൻ വന്നതെന്ന് എനിക്കറിയാം. സാധാരണ വൃദ്ധരായ ആളുകളുടെ അടുത്ത് പോകുമ്പോൾ അവിടെയൊക്കെ മുഖത്തൊരു നിരാശാഭാവമായിരുന്നു. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത സിസ്റ്ററൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരാളുടെ മുഖത്ത് അങ്ങനെ ഒരു ഇവിടെ പ്രസംഗിച്ച ചില ആളുകളുടെ ഒരു നിങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞാന്നല്ലാതെ നിങ്ങളുടെ ഒന്നും മനസ്സിലങ്ങനെ തോന്നുന്നില്ല. നോക്കുമ്പോൾ എല്ലാവരും ടീച്ചറൊക്കെ ഉണ്ട്. ഈ റിട്ടയർമെൻ്റ് ആണ് പ്രശ്നം എന്ന് തോന്നുന്നു. നമ്മുടെ 55 വയസ്സിൽ റിട്ടയർ ചെയ്ത് പോകുന്ന ഈ നമ്മുടെ വയസ്സ് നീട്ടാനിട്ട് ആരും വിടുകയും ചെയ്യില്ല. ഈ റിട്ടയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ലോകമാശായി ഒരു വയസ്സായി എന്നുള്ളൊരു തോന്നലിലേക്ക് അറിയാതെ നമ്മളങ്ങ് പോവുക. ഇവിടെ ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ 75 വയസ്സ് 80 വയസ്സുണ്ടോ? 70 വയസ്സ് കഴിഞ്ഞ് എത്ര പേരുണ്ട്? എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടെ മാനസികമായിട്ട് വയസ്സായെന്ന് തോന്നുന്നു ഞങ്ങൾ കിട്ടിയാണ്. സർവീസിലൊക്കെ ഉള്ള ഒരു നേരത്തെ പറഞ്ഞ പോലെ കുറെ ഘട്ടങ്ങൾ പറഞ്ഞില്ലേ, ശൈശവം, ബാല്യം, അത് നന്നായിട്ട് പറഞ്ഞു. അതിന്റെ വയോജന നയത്തിൽ ഗവൺമെന്റ് പറയുന്ന കുറെ 60 വയസ്സിന് ശേഷം തന്നെ കുറെ ഘട്ടങ്ങൾ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സമാധാനത്തിന് വേണ്ടി മാത്രമല്ല, ഓരോ പ്രശ്നങ്ങളെയും ഓരോ ഘട്ടം വെച്ചിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബന്ധപ്പെട്ട ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ശരിക്കും നിങ്ങളെ ഈ പ്രായത്തെ പറ്റി പറയുന്നത് സെക്കൻഡ് ചൈൽഡ്ഹുഡ്, സെക്കൻഡ് ടീനേജ് എന്നൊക്കെ ചെല്ലുന്നത് കാണാം. രണ്ടാം കുട്ടിക്കാലം, ഈ രണ്ടാമത്തെ കൗമാരം, ശരിക്കും കൗമാരഘട്ടത്തിലുള്ള കുട്ടികൾക്ക് എടുക്കുന്ന ക്ലാസ് എടുക്കുന്ന അതേ മനോഭാവത്തോടു കൂടിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കേണ്ടത്. നിങ്ങളല്ല, സാധാരണ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു അധ്യാപകരാണ്, സർവീസ് രംഗത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. ഒരുപാട് ഫയലുകളിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സന്തോഷവും സാന്ത്വനവും നൽകിയ ആളുകളാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം ഒരു സംതൃപ്തി ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് വളരെ പ്രധാനമാണ്. നേരത്തെ സൂചിപ്പിച്ചു അന്തസ്സോടുകൂടെ ഉള്ള വാർദ്ധക്യം. അന്തസ്സോടുകൂടെ ഞാൻ വൃദ്ധനാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ വയസ്സായെന്ന് പറയാൻ അന്തസ്സോടെ പറയുമ്പോൾ അതിലൊരു അഭിമാന ബോധമുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്ത ആളുകൾ ചിലപ്പോൾ ഒരു അന്തസ്സില്ലാത്തതുകൊണ്ടാണ് ഞാൻ വയസ്സായോ, അതായത് എന്തൊരു മോശം.
അത് അവർക്കൊരിക്കലും അങ്ങനെ അന്തസ്സോടുകൂടെ ഞാൻ ഈ വിവാദത്തിൽപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അന്ന് ആ ഗവൺമെന്റ് ഉദ്ദേശിച്ച അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന ഉദ്ദേശിക്കുന്നത് തന്നെ അന്തസ്സോടെയുള്ള വാർത്തയ്ക്ക് ഏത് പണിയെടുക്കുമ്പോഴും ഇപ്പൊ നല്ല തോട്ടിപ്പണി എടുക്കുന്ന ആളുകളാണെങ്കിലും അവർ അന്തസ്സോടുകൂടെ പണിയെടുക്കുമ്പോൾ അവർക്ക് സമാധാനമാണ്. ഹരിതകർമ്മസേന നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നി ചപ്പ് ചവറൊക്കെ വാരി എടുത്തിട്ട് ഇവരെങ്ങനെ പോകുന്നത്. ശിശുമരണമൊക്കെ കുറഞ്ഞു. മൊത്തത്തില് ആരോഗ്യരംഗത്ത് വലിയ വലിയ വിപ്ലവങ്ങളുണ്ടായി. ഇന്നിപ്പോഴ് ഒരു 75 എങ്കിലും കഴിഞ്ഞവരെ മാത്രമേ നമുക്ക് ഒരല്പമെങ്കിലും വയോജനം എന്നുള്ള നിലയിലേക്ക് കൂട്ടേണ്ടതുള്ളൂ. 75 ആയവർ പോലും ഞങ്ങൾക്ക് 75 ആയി എന്ന് അംഗീകരിക്കാനൊക്കെ ഇച്ചിരി മടിയുമുണ്ട്. ർക്ക് സ്നേഹവും ബഹുമാനവും നൽകുന്നതോടൊപ്പം അവരുടെ ആരോഗ്യം, സാമ്പത്തിക സ്ഥിതി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി അവർക്ക് യോജിച്ച അവസരങ്ങൾ കണ്ടെത്തി അഭിമാനപൂർവ്വം സമൂഹത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ സമൂഹം ഒരുക്കണം. ഇതാണ് വയോജന നയത്തിലെ കാതലായ സന്ദേശം. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.